26-ാമത്തെ ചോദ്യം. ചോദ്യം വായിക്കൂ. 4 കസേരകൾക്കും 3 മേശകൾക്കും കൂടി 2100 രൂപയാണ് വില. 5 കസേരകൾക്കും 2 മേശകൾക്കും കൂടി 1750 രൂപ. സമവാക്യങ്ങൾ രൂപീകരിക്കുക. കസേരയുടെയും മേശയുടെയും വില കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കസേരയുടെ വില x രൂപ, മേശയുടെ വില y രൂപ. ഒന്നാമത്തെ സമവാക്യം എന്താണ്? നാല് കസേരകൾക്കും, അപ്പം നമുക്ക് 4x 3 മേശ 3y, അത് രണ്ടും കൂടി 2100 രൂപ. ഓക്കെ, അപ്പം നമുക്ക് അതെങ്ങനെ എഴുതാം? 4x പ്ലസ് 3y 2100, സമവാക്യം 1. ഇനി രണ്ടാമത്തെ സമവാക്യം എങ്ങനെ എഴുതാം? അഞ്ച് കസേരകൾക്കും 5x, 2 മേശകൾക്കും 2y കൂടി ആകുമ്പോൾ പ്ലസ് 1750. 5x പ്ലസ് 2y 1750. ഇത് സമവാക്യം 2. ഇനി ഈ രണ്ട് സമവാക്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, എക്സിൻ്റെ ഒരു ഗുണകം എന്താണ്? 5, അത് അഭാജ്യസംഖ്യയാണ്. അതേപോലെ തന്നെ വൈയുടെ രണ്ട് ഗുണകങ്ങളും, അതിൽ 3 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന അഭാജ്യസംഖ്യയാണ്, 2 അല്ലാത്ത അഭാജ്യസംഖ്യയാണ് 3. അതുകൊണ്ട് നമുക്ക് രണ്ട് സമവാക്യത്തിനും ഗുണിക്കണം. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒന്നാമത്തെ സമവാക്യത്തെ 2 കൊണ്ട് ഗുണിക്കാം, അതായത് വൈയുടെ രണ്ടാമത്തേതിലെ വൈയുടെ ഗുണകം. അതേപോലെ ഒന്നാമത്തെ സമവാക്യത്തെ 2 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത്തെ സമവാക്യത്തെ 3 കൊണ്ടും ഗുണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒന്നാമത്തെ സമവാക്യത്തിനെ, സമവാക്യം 1-നെ എന്തുകൊണ്ട് ഗുണിക്കുകയാണ്? 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 ആണല്ലോ, 4 × 2 8x പ്ലസ് 3 × 2 6y സമം 2100 × 2 4200. ഓക്കെ, ഇത് സമവാക്യം 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാമത്തെ സമവാക്യത്തെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ സമവാക്യം 2-നെ 3 കൊണ്ട് ഗുണിക്കുന്നു. 5 × 3 15x, 2 × 3 6y, 1750 × 3, 1750 × 3, അതെത്രയാണ്? 5250 എന്ന് കിട്ടും. അതായത് 15x പ്ലസ് 6y എന്ന് പറഞ്ഞാൽ 5250. അത് സമവാക്യം 4. ഇനി സമവാക്യം 3-ഉം 4-ഉം ശ്രദ്ധിക്കൂ. 6 നമുക്ക് കോമൺ അല്ലേ? അപ്പോൾ 6y-യും 6y-യും വെട്ടിപ്പോണം. അപ്പം അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. ഏത് കുറയ്ക്കാം? 15-ന്ന് 8 കുറയ്ക്കാം. അപ്പോൾ സമവാക്യം 4-ൽ നിന്നും സമവാക്യം 3 കുറയ്ക്കുന്നു. അപ്പോൾ 15 - 8 7x, അതെത്ര കിട്ടും?
5250 മൈനസ് 4200. അതെത്ര കിട്ടും? 7x എന്ന് പറയുമ്പോൾ 1050 എന്ന് കിട്ടും. അപ്പോൾ x എന്തായി? 1050നെ 7 കൊണ്ട് ഹരിച്ചാൽ 150 എന്ന് കിട്ടും. ഓക്കെ. ഒരു പ്രാവശ്യം 7, 35-ൽ 5 പ്രാവശ്യം 0. അപ്പോൾ x 150 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? y-നെ കണ്ടുപിടിക്കണം. y-നെ കണ്ടുപിടിക്കാൻ സമവാക്യം 1-ൽ ഉപയോഗിക്കാം. ഓക്കെ. x 150 എന്ന് സമവാക്യം 1-ൽ ഉപയോഗിച്ചാൽ 4x, അപ്പോൾ 4 × 150 പ്ലസ് 3y. എത്രയാണ്? 2100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 പ്ലസ് 3y 2100 എന്ന് കിട്ടും. ഇതിൽ നിന്നും 3y 2100 മൈനസ് 600, അതായത് 1500. അപ്പോൾ y എന്തായിരിക്കും? 1500നെ 3 കൊണ്ട് ഹരിച്ചത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 500 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? കസേരയുടെ വില എത്രയാണ്? 150 രൂപ. കൂടാതെ മേശയുടെ വിലയോ? മേശയുടെ വില 500 രൂപ. ഓക്കെ. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവിടെ 4 കസേര എന്ന് പറയുമ്പോൾ 4 × 150 600. 3 മേശ എന്ന് പറയുമ്പോൾ 3 × 1500 1500. അപ്പോൾ 2100. അപ്പോൾ ശരിയാണ്, ആദ്യത്തെ ശരിയാണ്. ഇനി 5 കസേര. അപ്പോൾ 150 × 5 750. പിന്നെ മേശയ്ക്ക് 500 രൂപ. അപ്പോൾ 1000 രൂപ രണ്ടെണ്ണത്തിന്. അപ്പോൾ 1750. അപ്പോൾ 2 നിബന്ധനകളും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ശരിയായിരിക്കും. ഓക്കെ. ഇനിയുള്ളത് 27ാമത്തെ ചോദ്യമാണ്. ഓക്കെ.